പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +2 മോഡൽ ക്വസ്റ്റ്യൻ പാറ്റേണും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും വർക്ക്ഷീറ്റ് SSK ഇറക്കിയ വർക്ക്ഷീറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഏതാനും മോഡൽ ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങളിത് പരീക്ഷയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയയ്ക്കുക. അതോടൊപ്പം തന്നെ ടെലിഗ്രാമിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൻ്റെയും. അതിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് മാക്സിമം മാർക്ക് 60 ടൈം 2 മണിക്കൂർ 20 മിനിറ്റാണ്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ 20 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും തിരഞ്ഞെടുക്കാനും തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കും. ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഉത്തരമെഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. 1 മുതൽ 44 വരെയുള്ള ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് വേണമെങ്കിലും ഉത്തരമെഴുതാം. പരമാവധി പക്ഷേ ലഭിക്കുന്ന മാർക്ക് 60 ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ 44 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് 44 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം. എല്ലാത്തിനും മാർക്കിടും. പക്ഷേ നിങ്ങൾക്ക് അവസാനം കൗണ്ട് ചെയ്യുന്നത് മാക്സിമം 60 മാർക്ക് വരെ കിട്ടിയാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് വ്യവസ്ഥ. അതുകൊണ്ട് നല്ല മാർക്ക് മേടിക്കാനുള്ളൊരു അവസരമാണ്. കുട്ടികളെല്ലാം ഇത് കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 1-ാമത്തെ മോഡൽ A to E ക്യാരീസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് 1 സ്കോർ വീതമാണ്. അപ്പോൾ A മുതൽ E വരെ 5 ക്വസ്റ്റ്യൻ കാണും, 1 മാർക്ക്. 2 മുതൽ 21 വരെ 2 മാർക്കാണ്, 2 സ്കോർ. അപ്പോൾ 2 മുതൽ 21 വരെ ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ 20 എണ്ണം കാണും. 40 സ്കോർ അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം. 22 മുതൽ 41 വരെ 3 സ്കോറാണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 20 × 3 60. അത് മാത്രം എഴുതിയാൽ തന്നെ 60 സ്കോർ കിട്ടും. ഈ പാർട്ട് മാത്രം എഴുതിയാൽ. അടുത്തത് 42 മുതൽ 44 വരെ 3 എണ്ണമുണ്ട്, 5 സ്കോർ. അങ്ങനെ 15. അപ്പോൾ മൊത്തം ഇതിനകത്തിൽ 75, 110, 110, 120 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊത്തം മാർക്കിൻ്റെയും പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ മാക്സിമം കിട്ടുന്നത് 60 മാർക്ക് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫുൾ മാർക്ക് വരെ മേടിക്കാനുള്ള സുവർണാവസരമാണ്. എല്ലാ ചോദ്യത്തിനും 1 മാർക്ക് വീതം കിട്ടിയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും പെടാനില്ല. നല്ല സ്കോർ 44 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ബാക്കി 16 മാർക്ക് കൂടെ മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നല്ല സ്കോർ മേടിക്കാനൊരു സുവർണാവസരമാണ്. നമ്മളിനിയും ഓരോ ഭാഗത്തൂടെയും നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഓരോ ഭാഗത്തൂടെയും നമ്മളൊന്ന് പോവുകയാണ്. ഇതാണ് ഫോക്കസ് ഏരിയ. നേരത്തെ മുൻ വീഡിയോസിലൊക്കെ ഈ ഫോക്കസ് ഏരിയയെ പറ്റി വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ ബേസിക്സ് ഓഫ് C++ ഉണ്ട്, ടോക്കൺസ് എന്താണെന്നുണ്ട്, ഡാറ്റ ടൈപ്സ് എന്താണെന്നുണ്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുണ്ട്, സെലക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ മുൻപ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കാണുക. കമ്പാരിസൺ ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് ഇഫ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പോണൻസ് പറയുന്നുണ്ട്. ഇതെല്ലാം നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇനിയാണ് ഞാൻ ഇതിനകത്തിൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഡാഷ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++. എന്താണ് ടോക്കൺസ്? പിക്ക് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്: ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ഡാറ്റ ടൈപ്പ്, ലിറ്ററൽസ്. ഇതിലെ ഓഡ് വൺ ഏതാണ്? ഡാറ്റ ടൈപ്സ്. ഡാഷ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിയിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതാണത്? ഡു വൈൽ ലൂപ്പാണ്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് C++ ടോക്കൺസ്. അപ്പോൾ ഇത് ക്യാരക്ടർ ലിറ്ററൽസ്, ഡാറ്റ ടൈപ്പ്. ഇത് ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ക്യാരക്ടർ ലിറ്ററൽസ് വരുന്നത്. C++ ടോക്കൺ വരുന്നത് എന്താണ്? ഈ ഇൻറ്റ്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് C++ ടോക്കൺസ്. ഓരോന്നും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? ലിറ്ററലാണ്. ഇതെന്താണ്? ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്സ് ആണ്. ഇത് സെമിക്കോളൻ നമുക്ക് പറയും. ++, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ് അല്ലേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++? C++ ഒരു ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്തത് അത്
ഏതാണത്? കണ്ടിന്യൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് സി പ്ലസ് പ്ലസ്? സി പ്ലസ് പ്ലസ് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് അല്ലാത്തത് ഏതാണ്? ഇതിലെ സ്ലാഷൻ എന്ന് പറയുന്നത് എന്താണത്? ന്യൂ ലൈൻ ക്യാരക്ടറാണത്. വിച്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ആൻഡ് എക്സ്പ്രഷൻ അഗൈൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻറ്റിജർ ആൻഡ് ക്യാരക്ടർ? വിച്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ എഗൈൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്? അപ്പോൾ ഏതാണത്? സ്വിച്ചാണ്. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്? അത് നമ്മളിപ്പോൾ കണ്ടതാണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ബോഡി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതുപോലെ ഡിഫൈൻ ഡേറ്റ ടൈപ്പ്, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഡിഫറൻഷ്യേറ്റ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, കമ്പാരിസൺ ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് ഇഫ് എൽസ്, വർക്കിംഗ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേനും അറേസ് ആണ്. ഒരു അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, മെമ്മറി അലോക്കേഷൻ, അറേ ഇനിഷ്യലൈസേഷൻ, ഇതൊക്കെ നമ്മുടെ ഉണ്ട്. പിന്നെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടുന്ന് ചില സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയാം. സിൻറ്റാക്സ് ഓഫ് ഡിക്ലെയറിങ് ആൻ അറേ. അപ്പോൾ ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്, അതാണ് ഇതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഡാഷ് ഇസ് ദ കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ യൂസ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ് ഡാറ്റ ഓൺ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അല്ലെങ്കിൽ ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് കീവേഡാണ്? അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കുറേ കീവേഡ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഗെറ്റ്സ് ഉണ്ട്, പുട്സ് ഉണ്ട്. അപ്പോൾ പുട്സ് നമുക്ക് എഴുതാം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി, അല്ലേ? An array element is accessed using subscript. Identify the last index of the array of P8. ലാസ്റ്റ് ഇൻഡെക്സ് ആണ് 0 മുതൽ 7 വരെയാണ്. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. കൺസിഡർ ദ അറേ ഇൻഡ് എ ഓഫ് 20, റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ്. ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എ ഓഫ് 0 ആണ്, ലാസ്റ്റ് എന്ന് പറയുന്നത് എ ഓഫ് 19 ആയിരിക്കും. 0 മുതൽ 19 വരെ 20 എണ്ണം. ഔട്ട്പുട്ടിംഗ് ദ എലമെൻറ്റ്സ് ഓഫ് എൻ അറേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോർ ഡാഷ് ഓപ്പറേഷൻ. ഏത് ഓപ്പറേഷൻ? അറേയിൽ നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. ട്രാവേഴ്സൽ, അല്ലേ? ട്രാവേഴ്സൽ, അറേ ഇനിഷ്യലൈസേഷൻ ഉണ്ട്, ട്രാവേഴ്സൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അസസിങ് അറേ എലമെൻറ്റ്സ്, അതാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ട്രാവേഴ്സൽ, ഓക്കെ. ഇനിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കൺസിഡർ അറേ ഇനിഷ്യലൈസേഷൻ ഇൻറ്റ് ഓഫ് മാർക്ക് 5, 30, 40, 50, 60, 70. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാർക്ക് ഓഫ് 3? 3 എത്ര ആയിരിക്കും? അപ്പോൾ 0, 1, 2, 3, 60. ഹൗ മെമ്മറി അലോക്കേറ്റഡ് ഇൻ ഫ്ലോട്ട് അറേ? തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് അറേയിലൊക്കെ എങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാര്യം ശ്രദ്ധിക്കുക. ഫ്ലോട്ടായിട്ടുള്ള അറേയ്സിനകത്ത് എങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ ഇനിഷ്യലൈസ് സ്റ്റേറ്റ്മെൻറ്റ് ടു സ്റ്റോർ ദ സ്ട്രിങ് വെൽക്കം. വെൽക്കം എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് ഇവിടെ പറയുന്നുണ്ട്, ഓക്കെ. ഡിഫൈൻ ആൻ അറേ, അത് വ്യക്തമായ രീതിയിൽ നിങ്ങൾ നോട്ട് നോക്കി തീർക്കുക. റൈറ്റ് അറേ ഡിക്ലറേഷൻ ഫോർ ദി ഫോളോയിങ്. ടു സ്റ്റോർ ദ ഹൈറ്റ് ഓഫ് 50 സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. ടു സ്റ്റോർ യുവർ നെയിം. ടു സ്റ്റോർ ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 20. അപ്പോൾ അതൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. ഇത് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ ഇൻപുട്ട് സ്ട്രിങ് ഈസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ സ്പേസ് ഉള്ളതുകൊണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് അവിടെ വരും. മൂന്നാമത്തെ ചാപ്റ്റർ ഫംഗ്ഷനാണ്. ഇതിനകത്തിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് ഉണ്ട്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, അതൊക്കെയുണ്ട്, നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. മാത്ത് ഫംഗ്ഷൻ, സ്ട്രിങ് ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഫംഗ്ഷൻ, പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്, മെത്തേഡ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ, കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. നെയിം ദ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺസ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ ഇൻറ്റിജർ. ഏതാണ്? ABS. 2 built-in functions C++ that are used for string manipulation. സ്ട്രിങ് മാനിപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ഫംഗ്ഷൻസ് എഴുതാനാണ് പറയുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് strlen, strcpy, strcat തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻ എ സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. അപ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതാണ് ഉപയോഗിക്കുന്നത്? -25 to 25. ഏതാണ്? ABS. കമ്പയർ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ഇഗ്നോറിംഗ് കേസസ്. ഏതാണ്? സ്ട്രിങ് കമ്പയർ I. To check the given character is a digit, is alpha or is digit എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ നോക്കിയാൽ മതി, നിങ്ങൾ പഠിച്ചാണ് നേരത്തെ. അപ്പോൾ ക്യാരക്ടർ B2B റൂട്ട് ഓഫ് കാണാൻ വേണ്ടി അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾ, 3 string functions in C++, 2 stream functions for input operations. Dash function is used to check whether a character is alphanumeric.
ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ്, ഡിഫറൻഷ്യേറ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്, കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദി ഫോളോയിങ് സി പ്ലസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ഈ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ വളരെ ഈസി ആയിട്ട് നോക്കാൻ സാധിക്കും. എല്ലാം ഇപ്പോൾ വിശദീകരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണിത്. ഡേറ്റ റിക്വയർഡ് ഫോർ ഫംഗ്ഷൻ ടു പെർഫോം ടാസ്ക് അസൈൻ ഇറ്റ് ഈസ് കോൾഡ് ഗെറ്റ് കെയർ ആൻഡ് പുട്ട് കെയർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി അടുത്ത വെബ് ടെക്നോളജീസാണ്. സ്റ്റാറ്റിക് ഡൈനാമിക് വെബ് പേജ് ഉണ്ട്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, എംപ്റ്റി ടാഗ്, കണ്ടെയ്നർ ടാഗ് ഉണ്ട്, സ്ട്രക്ചർ ഓഫ് HTML ഉണ്ട്, അതിൻ്റെ ബോഡി ടാഗ്, അട്രിബ്യൂട്ട്സിൻ്റെ ബോഡി ടാഗ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് ടാഗ്സുകളുണ്ട്, പി ടാഗ് ഉണ്ട്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് ഉണ്ട്, മാർക്ക് യു ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫോണ്ട് ടാഗ് എന്തിനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫേസ് അട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് വിത്ത് ഡാഷ് ഫോണ്ട്. ഡാഷ് ഇസ് ദ മെയിൻ അട്രിബ്യൂട്ട് ഓഫ് IMG SRC. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് എ സ്റ്റാറ്റിക് വെബ് പേജ് ഫ്രം എ ഡൈനാമിക് വെബ് പേജ്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ആയിരിക്കും. കാറ്റഗറൈസ് ദ ഫോളോയിങ് ടാഗ്സ് ഇൻ HTML കണ്ടെയ്നർ ആൻഡ് എംപ്റ്റി ടാഗ്. BR അതൊരു എംപ്റ്റി ടാഗാണ്. H1 അത് എംപ്റ്റി ടാഗാണ്. IMG ഫോണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം കണ്ടെയ്നർ ടാഗ് ഏതാ, എംപ്റ്റി ടാഗ് ഏതാ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് ഓർത്താണ് കണ്ടെയ്നർ ടാഗ് എംപ്റ്റി ടാഗും. നെയിം ദ അട്രിബ്യൂട്ട്സ് ഓഫ് HTML ടാഗ്, DAR, ലാങ് തുടങ്ങിയവ അട്രിബ്യൂട്ട്സ് ആണ്. ബോഡി ടാഗിൻ്റെ അട്രിബ്യൂട്ട്സ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്, മാർക്ക് യു എന്താണ്, എംപ്റ്റി ടാഗ്, ഡിഫറൻഷ്യേറ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഇപ്പോൾ ഇതൊക്കെ ഏതൊക്കെ വർഷങ്ങളിൽ ചോദിച്ചെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടെയ്നർ ടാഗ്, എംപ്റ്റി ടാഗ് ഏത് വർഷം ചോദിച്ചാണ്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള പഴയ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തതായിരിക്കും, അത് നിങ്ങൾക്ക് ഈ പരീക്ഷിക്കുമ്പോൾ നോക്കാവുന്നതാണ്. വെബ് ഡിസൈനിങ് യൂസിങ് HTML, അതിനകത്ത് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ്, ഓർഡേഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസും ഫോക്കസ് പോയിൻ്റ് വെച്ചുള്ള നേരത്തെ വീഡിയോസ് ഉണ്ട്, അത് കാണാവുന്നതാണ് നിങ്ങൾക്ക്. ഹൈപ്പർ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻറ്റേർണൽ ലിങ്കിങ്, എക്സ്റ്റേണൽ ലിങ്കിങ് എന്താണ്, ടേബിൾ എന്താണ്, ടേബിളിൻ്റെ അട്രിബ്യൂട്ട്സ് എന്താണ്, THTD ടാഗ് എന്താണ്, ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയൊക്കെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ വർഷങ്ങളിലാണ് ഈ ചോദ്യങ്ങൾ വന്നതെന്ന് കൃത്യമായ രീതി നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടാഗ് A ഈസ് നോൺ ആസ് ആങ്കർ ടാഗ്. റൈറ്റ് ദ അട്രിബ്യൂട്ട്സ് ഓഫ് OL, സ്റ്റാർട്ട് അട്രിബ്യൂട്ടാണ് അല്ലേ. കോമൺ അട്രിബ്യൂട്ട്സ് ഓഫ് UL ആൻഡ് OL, LI, UL ടാഗ്, സ്റ്റാർട്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിസ്റ്റ്, ഓർഡേഡ്, അൺഓർഡേഡ്, ഡെഫിനിഷൻ. UL ആൻഡ് OL ടാഗ്, UL അൺഓർഡേഡ് ലിസ്റ്റാണ്, OL എന്ന് പറഞ്ഞാൽ ഓർഡേഡ് ലിസ്റ്റ്. നെയിം ദ ടാഗ്സ് യൂസ്ഡ് ഇൻ ദ ഡെഫിനിഷൻ ലിസ്റ്റ്, DL, DT, DT അല്ലേ, അതൊക്കെയാണ്. ഹൈപ്പർ ലിങ്ക് A ടാഗാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് HTML ടാഗ്സ് ഫോർ ദി ഫോളോയിങ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ വർഷങ്ങളിൽ ചോദിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് പുസ്തകത്തിൽ നോക്കി നോക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഈ മോഡലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആറാമത്തെ ചാപ്റ്റർ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഇത് സ്ക്രിപ്റ്റ് എന്താണ്, ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്താണ്, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് എന്താണ്, വാർ, ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, ഇതെല്ലാം ഇതിനകത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്തും സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കി വായിക്കാവുന്നതാണ്. ഹൗ ടു ഇൻക്ലൂഡ് ജാവാസ്ക്രിപ്റ്റ് HTML പേജ്. ഒന്നുകിൽ ബോഡി ടാഗിനകത്തിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ആസ് ആൻ എക്സ്റ്റേണൽ ഫയൽസിനകത്ത് എഴുതാൻ സാധിക്കും. നെയിം ദി ഇമ്പോർട്ടൻറ്റ് അട്രിബ്യൂട്ട്സ് ഓഫ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റിൻ്റെ അട്രിബ്യൂട്ട്സ് എന്താണ്, അത് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് എന്തൊക്കെയാണ് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ അട്രിബ്യൂട്ട്സ് എന്താണെന്ന് പറഞ്ഞാണ്. ലാംഗ്വേജ് ഒരു അട്രിബ്യൂട്ടാണ്, ലാംഗ്വേജ് പ്രധാനപ്പെട്ട ഒരു അട്രിബ്യൂട്ടാണ് സ്ക്രിപ്റ്റിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്രകാരം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, എല്ലാ ചോദ്യവും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കാറ്റഗറൈസ് ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ ടൈപ്പ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഡാഷ് ഇസ് ദ കീവേഡ് യൂസ് ടു ഡിക്ലെയർ വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അത് വാറാണ്, വാർ. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് നോക്കാവുന്നതാണ്. വീഡിയോ ഒത്തിരി ലെങ്തി ആകുന്നതുകൊണ്ട് ഞാൻ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഏതൊക്കെ വർഷങ്ങളിൽ ചോദിച്ചാണ്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ചോദിച്ചാണ്. 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ചോദിച്ചാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഏഴാമത്തെ ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് ആണ്. അതായത് വെബ് ഹോസ്റ്റിംഗ് എന്താണ്, ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, പ്രൈവറ്റ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ, സ്റ്റെപ്സ് ഉണ്ട്, ക്ലയൻറ്റ് ഫ്രീ ഹോസ്റ്റിംഗ് എന്താണ്, റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്താണ്. ഇതിനകത്തിന് ചോദ്യങ്ങളുണ്ട്. ഡിഫൈൻ വെബ് ഹോസ്റ്റിംഗ്. ദ കമ്പനീസ് ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസ് ആർ കോൾഡ്. About various type of web hosting, FTP client software, which type of hosting is best for hosting family website. ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിലുണ്ട്. എട്ടാമത്തെ ചാപ്റ്റർ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അഡ്വാൻറ്റേജസ് ഓഫ് DBMS, കമ്പോണൻസ് ഓഫ് DBMS, യൂസേഴ്സ് ഓഫ് ഡേറ്റാബേസ്,
റിലേഷണൽ ഡേറ്റ മോഡൽ, ടെർമിനോളജീസ്, റിലേഷണൽ ഓൾജിബ്ര, റിലേഷണൽ ഓൾജിബ്ര നടക്കുന്ന ഓപ്പറേഷൻസ്, സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് ധാരാളമുണ്ട്. 3 അഡ്വാൻറ്റേജസ് ഓഫ് DBMS, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് യൂസേഴ്സ്, ടേം ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി, ടേം ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് എന്താണെന്നുണ്ട്. ഇതിൻ്റെ വീഡിയോസ്, ഇതിൻ്റെ വിശദമായിട്ടുള്ളതിൽ ഈ ചാപ്റ്റർ നോക്കാൻ നിങ്ങൾക്ക് കാണാം. അത് നോക്കുക നിങ്ങൾ. 9ാമത്തെ ചാപ്റ്റർ SQL ആണ്. ഫീച്ചേഴ്സ് ഓഫ് SQL, ഡേറ്റ ടൈപ്സ് ഇൻ SQL, കമ്പോണൻസ് ഓഫ് SQL, DDL കമാൻഡ്, ക്രിയേറ്റ് കമാൻഡ്, അതിൻ്റെ സിൻറ്റാക്സ് ഓർത്തോണം. ഓൾട്ടർ ടേബിൾ 2ാമത്തെ, ഡ്രോപ്പ് ടേബിൾ 3 DML കമാൻഡ്സ്, സെലക്ട് കമാൻഡ്, ഇൻസേർട്ട് കമാൻഡ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. വെയർ ക്ലോസ് എന്തിനു ഉപയോഗിക്കുന്നു, അപ്ഡേറ്റ് കമാൻഡ്, ഡിലീറ്റ് കമാൻഡ്, SQL ഫങ്ഷൻസ്. ഇതിൻ്റെ സെൽഫ് വാല്യുവേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓരോ വർഷങ്ങളിൽ ചോദിച്ചതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഷോർട്ട് നോട്ട് അബൌട്ട് ന്യൂമറിക് ആൻഡ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ് ഇൻ SQL. 3 കൺസ്ട്രെയിൻസ് യൂസ്ഡ് ഇൻ SQL. ഒത്തിരി ഉണ്ടല്ലോ, യൂണീക്ക്, നോട്ട് നൾ. ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് SQL. ഷോർട്ട് നോട്ട് ഓഫ് എനി 3 ഡേറ്റ ടൈപ്സ് ഇൻ SQL. ഡിഫറൻഷ്യൽ ഡിലീറ്റ് ആൻഡ് ഡ്രോപ്പ്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ റോയെ ഡിലീറ്റ് ചെയ്യാനാണ്, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ടേബിൾ ഡിലീറ്റ് ചെയ്യാനാണ്. വിച്ച് കമാൻഡ് ഈസ് ടു ഡിലീറ്റ് എ ടേബിൾ, അപ്പോൾ അത് ഡ്രോപ്പ് ടേബിളാണ്. ക്യാർ ആൻഡ് വെർക്യാർ വ്യത്യാസം. ക്യാർ എന്ന് പറഞ്ഞാൽ മെമ്മറി ബിഫോർ ആണ്. വെർക്യാർ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സ്പേസ് മാത്രമേ എടുക്കത്തുള്ളൂ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ DDL ആൻഡ് DML, അത്തരത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ഓരോ വർഷങ്ങളിൽ ചോദിച്ചാണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 10ാമത്തെ ചാപ്റ്റർ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ്. ERP എന്ന് പറഞ്ഞാൽ എന്താണ്, ഫങ്ഷണൽ മോഡ്യൂൾസ് ഓഫ് ERP നോക്കുക, ബെനിഫിറ്റ്സ് ഓഫ് ERP, പിന്നെ റിസ്ക്, ERP സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ 3 എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് പ്രോസസ്, വിച്ച് വൺ ഈസ് കണ്ടക്ടഡ് ഇൻ ഓർഗനൈസേഷൻ ERP, PLC സ്റ്റാൻഡ്സ് ഫോർ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 5 കമ്പോണൻസ് ഓഫ് ERP, ബെനിഫിറ്റ്സ് ഓഫ് ERP, 2 ERP ടെക്നോളജീസ്, കമ്പോണൻസ് ഓഫ് ERP സോഫ്റ്റ്വെയർ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തിൽ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. 11ാമത്തെ ചാപ്റ്റർ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ്, അതായത് SMS ഉണ്ട്, MMS ഉണ്ട്, GPS ഉണ്ട്, സ്മാർട്ട് കാർഡ് ഉണ്ട്, മൊബൈൽ OS ഉണ്ട്. സൈബർ ക്രൈം എഗനസ്റ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെൻറ്റ് ഉണ്ട്, ഇംപേഴ്സണേഷൻ ഉണ്ട്, വയലൻസി ഓഫ് പ്രൈവസി ഉണ്ട്, ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. ഇതിനകത്തുനിന്ന് സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോട്ടോക്കോൾ യൂസ് ടു സെൻഡ് SMS, അതിനകത്ത് ഇതിൻ്റെ SS7 അല്ലേ, സിഗ്നൽ SS7 ആണ്. ക്രിമിനൽ ആക്ടിവിറ്റി യൂസിങ് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് ഈസ് ടേംഡ് ആസ് സൈബർ ക്രൈം. സ്റ്റീലിംഗ് വൺസ് ഇൻഫർമേഷൻ, ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഷോർട്ട് നോട്ട് ഓൺ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, GPS എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നെയിം ദ ടെക്നോളജി യൂസ് ടു സെൻഡ് മൾട്ടിമീഡിയ കണ്ടൻറ്റ് യൂസിങ് മൊബൈൽ ഫോൺ, MMS. ഫങ്ഷൻസ് ഓഫ് മൊബൈൽ OS 3 ഉണ്ട്. സൈബർ ക്രൈം അഗൈൻസ്റ്റ് പേഴ്സൺ. SIM സ്റ്റാൻഡ്സ് ഫോർ സബ്സ്ക്രൈബേഴ്സ് ഐഡൻറ്റിറ്റി മോഡ്യൂൾ, എന്താണ് സൈബർ ക്രൈം. ഷോർട്ട് നോട്ട് ഓൺ മൊബൈൽ OS. SIM എന്താണ്, MMS എന്താണ്, നേരത്തെയുള്ള വർഷങ്ങളിൽ ചോദിച്ചാണ്. നെയിം ദ ഫോളോയിങ്, കുറേ കാര്യങ്ങളിവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് അതിനകത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോവുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് ഓരോന്നും നോക്കി നിങ്ങൾ പഠിക്കാവുന്നതാണ്. ഇന്ന് പഠിക്കാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് എല്ലാ പരീക്ഷയ്ക്കും പ്രയോജനപ്പെടും. ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അയയ്ക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഇടുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.